ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഇൻഷുറൻസിലെ മിത്സ് ആൻഡ് ഫാക്ട്സിനെ കുറിച്ചാണ്. അതായത് ചില മിത്തുകൾ, ചില സംശയങ്ങൾ, അതുപോലെയുള്ള തെറ്റിദ്ധാരണകൾ, അതൊക്കെ ഇൻഷുറൻസിനെ കുറിച്ച് ഇന്നും നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് നോക്കുക എന്നുള്ളതാണ്. കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഒരു മിത്ത് എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഉടൻ തന്നെ പ്രയോജനപ്പെടുന്നതൊന്നല്ല എന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിനെ ഇൻഷുർ ചെയ്യാം, ഹെൽത്തിനെ ഇൻഷുർ ചെയ്യാം, അതുപോലെ നമ്മൾ പല മറ്റ് വാഹനങ്ങൾ, പ്രോപ്പർട്ടി, ഇതെല്ലാം ഇൻഷുർ ചെയ്യാം. ഇത് നമ്മൾ ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചാണ്. അതാണല്ലോ നമ്മളെ കൂടുതൽ നമ്മൾ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഇൻഷുറൻസുകൾ എടുത്താൽ തീർച്ചയായും അത് ഒരു മിത്ത് തന്നെയാണ്. അതിൻ്റെ ശരിയായ ഫാക്റ്റ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് എടുത്താൽ അത് ഉടൻ തന്നെ പ്രയോജനപ്പെടേണ്ടതാണെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ഇപ്പോൾ ഒരാൾ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടാറുണ്ട്. അപ്പോൾ അത് പ്രയോജനപ്പെടുന്ന ഒന്ന് തന്നെയല്ലേ. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അത് ആവശ്യ സമയത്ത് പ്രയോജനപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ലൈഫ് ഇൻഷുറൻസ് എടുത്താലും. ലൈഫ് ഇൻഷുറൻസ് എടുത്ത് എന്തെങ്കിലും ദുരന്തം അദ്ദേഹത്തിന് സംഭവിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായിട്ടൊരു സാമ്പത്തിക സഹായം അവർക്ക് കിട്ടേണ്ട തുക അവരുടെ കുടുംബത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ അതും ഒരു സമയത്ത് തന്നെ ലഭിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കേണ്ട കാലമായി. അടുത്തതൊന്നെന്ന് പറയാം, ഇൻഷുറൻസ് പോളിസികൾ വളരെ ചിലവ് കൂടിയതാണെന്നാണ് പലരും പറയാറ്. പക്ഷെ വളരെ ചിലവ് കൂടിയതും ചിലവ് കുറഞ്ഞതുമായ ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. അത് ഓരോരുത്തരുടെയും ബജറ്റുകൾക്ക് അനുയോജ്യമായത് നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളും ശരിയായതല്ല. കാരണം എല്ലാവർക്കും ഉതകുന്ന രീതിയിലുള്ള പല വിവിധ തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ആ പറയുന്ന രീതിയിൽ വളരെ കൂടിയ ഒരു ചിലവ് കൂടിയതാണെന്നുള്ളത് തെറ്റായ ഒരു ധാരണയാണ്. അടുത്തത്, യുവാക്കളായവർക്ക് ഇൻഷുറൻസ് വേണ്ടതില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഞാൻ ചെറുപ്പമാണ്, അതുകൊണ്ട് എനിക്ക് ഇൻഷുറൻസ് വേണ്ട എന്ന് പറയുന്ന പലരെയും കാണാറുണ്ട്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ലൈഫിനെ ഇൻഷുർ ചെയ്യുന്ന ഒന്നാണ്. അത് ചെറുപ്പമായിക്കോട്ടെ, പ്രായമായതായിക്കോട്ടെ, എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളിന്ന് നോക്കിയാൽ അറിയാം, ഇന്ന് ആക്സിഡൻറ്റ് കേസിലുള്ള ഡെത്ത് നമ്മൾ ഒരു റിപ്പോർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണ് അത്തരം ഒരു അപകടത്തിലേക്കൊക്കെ പോകുന്നത്. വയസ്സായവർ അല്ലെങ്കിൽ പ്രായമായവരെക്കാൾ കൂടുതൽ വാഹനങ്ങളും എല്ലാം യൂസ് ചെയ്യുന്നതും ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവന് വിലയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ, ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ പോലും അവർക്ക് അവരുടെ കുടുംബത്തിന് ഒരു ധനസഹായം ലഭിക്കുന്നതാണ്. അപ്പോൾ യുവാക്കൾക്ക് ഇൻഷുറൻസ് വേണ്ട എന്ന് പറയുന്നത് ഒരു തെറ്റായ ധാരണയാണ്. പിന്നെ ഒരു കാര്യം കൂടി, ചെറുപ്പത്തിലെ തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുത്താൽ, പ്രത്യേകിച്ച് ലൈഫ് ഇൻഷുറൻസ് എടുത്താൽ എന്നും ഒരേ പ്രീമിയമാണ് നമ്മൾ അടയ്ക്കേണ്ടത്. നമുക്ക് പ്രായം കൂടുന്തോറും, വയസ്സാവും തോറും പ്രീമിയത്തിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ എപ്പോഴും ചെറുപ്പത്തിലെ തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ നമുക്ക് ലൈഫിനെ ഇൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണയും മാറ്റേണ്ടതാണ്. അടുത്തത്, ഇൻഷുറൻസ് എന്ന് പറയുന്നത് സാങ്കേതികമായ നോളജ് ഇല്ലാത്തവർക്കും ഒന്നും മനസ്സിലാവാത്ത ഒരു കാര്യമാണെന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല. ഏതൊരു ഇൻഷുറൻസ് കമ്പനികളും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വിശദമാക്കി കൊടുക്കുന്നുണ്ട്. അവരുടേതായ സർവീസ് ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു എന്തൊക്കെയാണ് അതിൽ ലഭിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ഡോക്യുമെൻറ്റിലും എല്ലാം വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനും, അതുപോലെ അവയർനെസ് ക്ലാസ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പല ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സും അതിന് വേണ്ട കൃത്യമായ അവയർനെസ് ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ടും അവർക്ക് കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുത്തിട്ടുമാണ് അത്തരം സ്കീമുകളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു വലിയ സാങ്കേതിക ജ്ഞാനമില്ലാത്തവർക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പലരും പല രീതിയിലുള്ള തെറ്റായ ധാരണകൾ കേട്ടിട്ടോ, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ, അല്ലെങ്കിൽ മനസ്സിൽ തന്നെ തോന്നിയിട്ടോ ഒക്കെയാണ് പലരും ഇൻഷുറൻസിൽ നിന്ന് മാറി നിൽക്കുന്നത്. പക്ഷെ സത്യമായ അവസ്ഥ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഏറ്റവും അത്യാവശ്യമായ, അത് ഏത് ആളുകൾക്കും അത്യാവശ്യമായ ഒന്നാണെന്നും അത് അത്ര ഭയപ്പെടേണ്ടതല്ല, അത് നമ്മൾക്ക് കൂട്ടാവാനായിട്ട്, നമ്മളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു തെറ്റായ ധാരണയാണ്
ഒരു തവണ ഇൻഷുറൻസ് പോളിസി എടുത്തു വെച്ചാൽ പിന്നെ വേറെ ഒന്നും നോക്കേണ്ടതില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ അത് നമ്മളുടെ അന്നത്തെ ആ ഒരു ഇൻകത്തിനനുസരിച്ചും നമ്മുടെ ആവശ്യത്തിനും അനുസരിച്ചിട്ടുള്ളൊരു സ്കീമായിരിക്കും നമ്മൾ എടുത്തിരിക്കുന്നത്. കാലം പോകെ നമ്മുടെ ഇൻഷുറൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം വർദ്ധിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ കൂടുകയും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒരുപാട് മറ്റു കാര്യങ്ങളും എല്ലാമായിട്ട് ഉൾപ്പെട്ടു വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. പലരും ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പഴയ ഒരു പോളിസി ഉണ്ട് എന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ വിചാരം ആ ഒരു പോളിസി കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്കീം ഉള്ളത് കൊണ്ട് ആ ഒരു ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് എല്ലാം തികഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അതൊരു തെറ്റായ ധാരണയാണ്. നമ്മൾ നമ്മുടെ വീട്ടിലെ പല സാധനങ്ങളും കുറച്ച് കാലം കഴിയുമ്പോൾ അത് മാറ്റി പുതുക്കി വേറെ എടുക്കാറുണ്ട്. എന്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ പോലും നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്ത് പുതിയ ഒരു വേർഷനൊക്കെ എടുക്കാറില്ലേ? അതെന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് അതിൻ്റേതായ കൂടുതൽ ബെനിഫിറ്റുകൾ കിട്ടാൻ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇൻഷുറൻസ്. ഇടയ്ക്ക് നമ്മളതൊന്ന് വിശകലനം ചെയ്ത് നോക്കണം. നമുക്ക് വരാൻ പോകുന്ന ഭാവിയിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് അത് ഉതകുന്നുണ്ടോ, അതിനുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ട കൂടുതൽ ടോപ്പപ്പുകൾ അല്ലെങ്കിൽ വേറെ വ്യത്യസ്തമായ മറ്റ് സ്കീമുകൾ, ഇതെല്ലാം നമ്മൾ എടുത്തു വയ്ക്കേണ്ടത് നമ്മുടെ ഭാവി ജീവിതത്തിനെ സുരക്ഷിതമാക്കാനായിട്ട് ഉപകരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.